എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. ജീസസ് എവരിഡേ ശ്രദ്ധിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും ഓരോ ദിവസം കഴിയുന്തോറും കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടട്ടെ, ബലപ്പെടട്ടെ, കഴുകനെ പോലെ ചിറകടിച്ച് ഉയർന്നുയർന്നു വരട്ടെ. നിങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ വിശ്വസിക്കുക. ഈ പ്രാർത്ഥന ചെറിയ സമയമേ ഉള്ളൂ. രാവിലെ എഴുന്നേറ്റ് ഇത് കേട്ടിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങൾ പോകുന്ന വഴികളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നിരിക്കും. കാരണം കേൾക്കുന്നത് യേശുവിനെ കുറിച്ചാണ്. യേശു വാതിലാണ്. ഇത് കേട്ടിട്ട് പോയിക്കോ, കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. ഉപവാസ പ്രാർത്ഥനയുടെ ഏറ്റവും ഒടുവിലത്തെ ദിവസമാണ്, 3-ാം ദിവസം. ഇന്ന് ശനിയാഴ്ച രാവിലെ സഭയിലെ പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ഈ പ്രാവശ്യത്തെ ഉപവാസ പ്രാർത്ഥന അവസാനിക്കുകയാണ്. പകൽ മീറ്റിങ്ങോടുകൂടി കുഞ്ഞുങ്ങളെ പറഞ്ഞു വിടുക, മാതാപിതാക്കൾ അവരുടെ കൂടെ വരിക. ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കും, ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. 2 ദിവസം വരാൻ കഴിയാതെ പോയവർ ഈ പ്രാവശ്യത്തെ ഉപവാസ പ്രാർത്ഥനയുടെ അനുഗ്രഹത്തിൻ്റെ പങ്ക് നിങ്ങൾ വാങ്ങിച്ചിരിക്കണം. ഉപവാസ പ്രാർത്ഥനകൾ വലിയ അനുഗ്രഹമാണ്. എൻ്റെ ജീവിതത്തെ തിരിച്ചത് ഉപവാസ പ്രാർത്ഥനകളാണ്. ഒരു നല്ല സമയത്ത് ഉപവസിക്കാനും പ്രാർത്ഥിക്കാനൊക്കെ പറ്റുന്ന സമയത്ത് നിങ്ങൾ അതിൻ്റെ പ്രയോജനങ്ങളെ നിങ്ങൾ ഉപയോഗിച്ചിരിക്കണം. കർത്താവിനോടുകൂടെ മാറിയിരിക്കുന്നത് എത്ര അനുഗ്രഹമാണ്. എത്രയോ ഉപവാസങ്ങളിലൂടെ ഞങ്ങൾ കുടുംബമായിട്ട് കടന്നുപോയി. അതെല്ലാം ഓർക്കുമ്പോൾ നല്ല കാലമായിട്ട് ആ ഉപവാസമാണ് ഞങ്ങളുടെ ജീവിതത്തെ തിരിച്ചത്. വിശ്വാസത്തിൽ വന്നിട്ടും കുറേ അന്ധതകളും അന്ധവിശ്വാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പ്രാർത്ഥനയിലിരുന്നപ്പോൾ ഈ അന്ധതകളിൽ നിന്നൊക്കെ തിരിക്കുന്ന നല്ല ബന്ധങ്ങളെ ദൈവം തന്നു. ഉപവാസ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോഴാണ് നല്ല നല്ല ദൈവദാസന്മാർ സഭയിൽ വരുന്നത്. അവരുടെ പ്രസംഗങ്ങൾ കേട്ടപ്പോൾ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടായി. ഇതിനപ്പുറത്തൊരു ലോകമുണ്ട്. നമുക്ക് ഇടയ്ക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. ഒരു ദൈവദാസനെയും വെളിയിൽ നിന്ന് വിളിക്കില്ല. സഭയിലെ പാസ്റ്റർ തന്നെ ഒരു പ്രാർത്ഥന നടത്തും. അപ്പോൾ ആ പാസ്റ്റർക്കൊരു ചിന്ത തൻ്റെ ലോകമാണ് ശരിയായ ലോകമെന്ന്. അദ്ദേഹം പറയുന്ന എല്ലാ കാര്യങ്ങളും ജനങ്ങൾ കേട്ടോളണം. അങ്ങനെയുള്ള തെറ്റായ ധാരണകളിൽ നിന്നൊക്കെ ഉപവാസ പ്രാർത്ഥനകൾ നമ്മെ പുറത്തെടുക്കും. സഭയ്ക്ക് വളർച്ചയുണ്ടാകും. സഭയിൽ വരുന്നവർ ആത്മീയമായി ബലപ്പെടും. അത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയമാണ് സഭയിൽ പ്രഖ്യാപിക്കുന്ന ഉപവാസ പ്രാർത്ഥനകൾ. അത് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. അത് നിങ്ങൾക്ക് വലിയ അനുഗ്രഹമായിരിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് യേശുവിനെ ചേർന്ന് പാടി അല്പസമയം ആരാധിക്കാം. And yours is the kingdom, yours is the power, yours is the glory forever. Amen. Yours is the kingdom, yours is the power, yours is the glory forever. Amen. Yours is the kingdom, yours is the power, yours is the glory forever. Amen. Yours is the kingdom, yours is the power, yours is the glory forever. Amen. Yours is the kingdom, yours is the power, yours is the glory forever. Amen. Yours is the kingdom, yours is the power, yours is the glory forever. Amen. El Shaddai, Aradhana, Elohim, Aradhana, Adonai, Aradhana, Yeshua, Aradhana, El Shaddai, Aradhana, Elohim, Aradhana, Adonai, Aradhana, Yeshua, Aradhana, El Shaddai, Aradhana, Elohim,
അതിശയനേ മഹോന്നതനേ എൻ പ്രിയനേ സുന്ദരനേ 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 അതിശയനേ മഹോന്നതനേ എൻ പ്രിയനേ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 22 മുതൽ ഇന്നലെ നമ്മൾ വായിച്ചതാണ്. ഒന്നുകൂടി വായിക്കുന്നു. ഇസ്രായേൽ പുരുഷന്മാരെ, ഈ വചനം കേട്ടുകൊള്ളുവിൻ. നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസറേയനായ യേശുവിനെ ദൈവം തൻ്റെ സ്ഥിര നിർണയത്താലും മുന്നറിവിനാൽ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു കൊന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ശക്തികളും വെളിപ്പെടുത്തിയ ദൈവപുത്രൻ ക്രൂശിൽ കിടക്കുമ്പോൾ ഈ യഹൂദന്മാർ പറഞ്ഞു, നീ ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ. യഹൂദന്മാരുടെ നേതാക്കന്മാര് പറഞ്ഞ കൂട്ടത്തിൽ ഈ പാവങ്ങളും പറഞ്ഞു. എന്നാൽ യേശു ക്രൂശിൽ കിടന്നിട്ട് വേണമെങ്കിൽ യേശുവിന് ക്രൂശിൽ നിന്ന് ഇറങ്ങി വരാമായിരുന്നു. എന്നാൽ തന്നെത്താൻ ഒഴിച്ചു എന്നാണ് നാം വായിക്കുന്നത്. തൻ്റെ ഐഡന്റിറ്റി കളഞ്ഞു. യേശു ക്രൂശിൽ രക്തം ചൊരിഞ്ഞ് മരിക്കണമായിരുന്നു. മുതുക് ഉഴുവചാൽ പോലെ കീറപ്പെടണമായിരുന്നു. കൈകാലുകൾ കുത്തി തുളയ്ക്കപ്പെടണമായിരുന്നു. ദൈവത്തിൻ്റെ വചനത്തെ താൻ അനുസരിച്ചു. ദൈവത്തിൻ്റെ ഹിതത്തെ താൻ അനുസരിച്ചു. പിതാവിൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി സ്വയം ഏൽപ്പിച്ചു കൊടുത്ത ഏകജാതൻ. എന്താണ് ദൈവത്തിൻ്റെ? അവിടെ വായിക്കുന്നു, ദൈവം തൻ്റെ സ്ഥിര നിർണയത്താലും. ദൈവത്തിൻ്റെ പ്ലാൻ, സ്ഥിര നിർണയം. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും എന്ന് പറഞ്ഞ ഏദൻ തോട്ടത്തിൽ പാപം ചെയ്ത മനുഷ്യന്റെ മുമ്പിൽ പിശാചികൾക്ക് പറഞ്ഞ വാക്കിനെ പാലിക്കുവാൻ സ്ഥിര നിർണയം. ദൈവം ഒരിക്കൽ പറഞ്ഞാൽ മാറ്റുകയില്ല. സ്ഥിര നിർണയത്താൽ. അപ്പോൾ ദൈവത്തിൻ്റെ സ്ഥിരമായ ഒരു പ്ലാനിങ് ആയിരുന്നു യേശു ക്രൂശിൽ മരിക്കണം എന്നുള്ളത്. ഇത് പത്രോസ് എടുത്തു പറയുകയാണ്. ദൈവത്തിൻ്റെ സ്ഥിര നിർണയമാണ്, ദൈവത്തിൻ്റെ മുന്നറിവിനാലുമാണ്. അതിൻ്റെ അർത്ഥം ദൈവം ഏൽപ്പിച്ചു എന്ന്. സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചു. അതിൻ്റെ അർത്ഥം യേശുവിനെ മഹാപുരോഹിതന്മാരുടെ ചേവകരും റോമ പട്ടാളക്കാരും വന്ന് പിടിച്ചതല്ല, ദൈവം കൊടുത്തതാണ്. എൻ്റെ മകനെ നിങ്ങളുടെ കയ്യിലോട്ട് തരുന്നു, ഇഷ്ടം പോലെ ചെയ്തോ, ഇഷ്ടം പോലെ അടിച്ചോ, ഇഷ്ടം പോലെ ഉപദ്രവിച്ചോ. ഭൂമിയിലുള്ള ഏറ്റവും വലിയ ക്രൂരമായ മരണം ക്രൂശ് മരണമാണ്. അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ ഒരു കസേരയിൽ, ഇലക്ട്രിക്കൽ കസേരയിൽ ഇരുത്തിയിട്ട് വളരെയധികം ഹൈ ടെമ്പറേച്ചറുള്ള അല്ലെങ്കിൽ ഷോക്ക് കടത്തി വിടുമ്പോൾ ഒരു സെക്കൻഡിൽ താഴെയുള്ള സമയം കൊണ്ടൊക്കെ ആള് തീരുകയാണ്.
തല വെട്ടിക്കളയുന്നത് അറേബ്യൻ രാജ്യങ്ങളിൽ പെട്ടെന്ന് തീരുന്ന കാര്യമാണ്. തൂക്കിക്കൊല്ലുക ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ അതും 1-2 മിനിറ്റ് 2-3 മിനിറ്റ് കൊണ്ട് തീരുന്ന കാര്യമാണ്. എന്നാൽ ക്രൂശ് മരണം 1-2 ദിവസങ്ങൾ കൊണ്ട് തീരുന്നത് പോലുമല്ല. ചില ക്രൂശീകരണം ആഴ്ചകൾ തുടരും. ക്രൂശിൽ ചിലരെ ആണിയിൽ തറച്ച് തൂക്കിയിട്ടാൽ എല്ലാവരും പോകും. ആ ദേശത്തുള്ള കാക്കകൾ വന്ന് ഈ ക്രൂശിക്കപ്പെട്ട മനുഷ്യന്റെ കണ്ണ് കൊത്തിയെടുക്കും. അതിനുശേഷം ഈ ദേഹം, ജീവനുള്ള മനുഷ്യന്റെ ദേഹം കൊത്തി തിന്നും. ഓടിക്കാൻ പോലും ആ മനുഷ്യന് കഴിയില്ല. അങ്ങനെ രക്തം വാർന്ന് ഇഞ്ചിഞ്ചായി മരിക്കുന്ന ലോകത്തിലെ ഏറ്റവും നീചമായ മരണം യേശുവിന് ലഭിച്ചു. ഗലാത്യർ 3:13 പറയുന്നു, മരത്തിൽ തൂങ്ങുന്ന ഏവനും ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്ന പോലെ യേശു നമുക്ക് വേണ്ടി ശാപമായി. ഭൂമിയിലെ ഏറ്റവും ശാപം ഉള്ള ഒരു ശിക്ഷ, ഏറ്റവും ശപിക്കപ്പെട്ടവർക്ക് വേണ്ടി വെക്കുന്ന ഒരു ശിക്ഷ, അതായിരുന്നു ക്രൂശീകരണം. ആ ക്രൂശ് മരണം യേശുവിന് ലഭിച്ചു. ദൈവത്തിൻ്റെ സ്ഥിര നിർണയത്താലും പ്ലാനിങ്ങാണ്, മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് പ്ലാനിൽ ദൈവം ഏൽപ്പിച്ചു കൊടുത്തു. പീലാത്തോസ് പറഞ്ഞു, നിന്നെ വിട്ടയക്കാനും നിന്നെ ക്രൂശിക്കാനും എനിക്ക് അധികാരമുണ്ട്. ഉടനെ യേശു അതിന് മറുപടി പറഞ്ഞു, മുകളിൽ നിന്ന് ലഭിച്ചിട്ടില്ലെങ്കിൽ നിനക്ക് എൻ്റെ മേൽ ഒരധികാരവുമില്ല. അതായത് എന്നെ മുകളിൽ നിന്ന് ഏൽപ്പിച്ചു തന്നതാണ്, എൻ്റെ പിതാവിൻ്റെ പ്ലാനാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ 17 യേശു പറയുന്നുണ്ട്, പിതാവേ, നാഴിക വന്നിരിക്കുന്നു. സ്വർഗസ്ഥനായ പിതാവിന് മാത്രമല്ല ഈ പ്ലാൻ അറിയാവുന്നത്, ഈ ഭൂമിയിലേക്ക് അയക്കപ്പെട്ട പുത്രനും ഇതറിയാം, പരിശുദ്ധാത്മാവിനറിയാം, എല്ലാ കാര്യവും അറിയാം. കടലിൽ കിടക്കുന്ന മീനിന്റെ വായിലിരിക്കുന്ന 4 ദ്രഹ്മപ്പണം അറിയാൻ കർത്താവിന് കഴിയുമെങ്കിൽ, ഒറ്റിക്കൊടുക്കുന്നത് ആരാണെന്ന് അറിയാമെങ്കിൽ, എപ്പോൾ മരിക്കുന്നു, എങ്ങനെ മരിക്കുന്നു, ആരാണ് പിടിക്കുന്നത്, ആരെല്ലാം ഇട്ടേച്ചോടും, ആര് അവസാനം വരെയും വരും, വിസ്തരിക്കുന്ന സ്ഥലത്ത് ആര് വരും, ആര് തള്ളിപ്പറയും, ഇതെല്ലാം യേശുവിനെ അറിയാം. അറിഞ്ഞിട്ട് ഏൽപ്പിച്ചു കൊടുത്തതാണ്. അതായത് യേശുവിൻ്റെ കാൽവരി ക്രൂശ് മരണത്തിലൂടെയാണ് നമ്മുടെ സ്വാതന്ത്ര്യം കടന്നു വരുന്നത്. അതുകൊണ്ടാണ് വായിക്കുന്നത്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ലെന്ന് റോമർ 8:1 പറയുന്നു. എല്ലാം ഉറപ്പാണ്. ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക്, യേശുവിലുള്ളവർക്കല്ല. യേശു മരിച്ചു, ഉയർത്തെഴുന്നേറ്റത് ക്രിസ്തുവായിട്ടാണ്. ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. എല്ലാ ശിക്ഷാവിധിയെയും യേശു സ്വന്തം ശരീരത്തിൽ വഹിച്ചു. നമുക്ക് പകരം യേശു ക്രൂശിൽ മുഴുവനും ശിക്ഷയും ഏറ്റെടുത്തു. നമ്മുടെ രോഗങ്ങൾ, നമ്മൾ അനുഭവിക്കേണ്ട ശാപങ്ങൾ, പരാജയങ്ങൾ, നിന്ദകൾ എല്ലാം യേശുവിൻ്റെ മേൽ ഇടാൻ കഴിയും. അതുകൊണ്ടാണ് നിങ്ങളുടെ ഭാരം എൻ്റെ മേൽ ഇട്ടുകൊള്ളുക എന്ന് പറഞ്ഞത്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വാ, നിങ്ങൾക്ക് ആശ്വാസമുണ്ടാകും. അതായത് വിശ്രമിക്കണമെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് വരണം. നിങ്ങളെ വലിയ ചുമടുകളൊക്കെ ഞാൻ മാറ്റിയിട്ട് എൻ്റെ ചുമടുകൾ നിങ്ങൾക്ക് തരാം. കൃപയെന്ന ചുമട്, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമെന്ന ചുമട്, സമാധാനം. നിങ്ങളൊരു വീട്ടിൽ ചെന്നാൽ സമാധാനം ചുമന്നുകൊണ്ട് പോയാൽ മതി. എൻ്റെ ചുമട്, എൻ്റെ നുകം, എൻ്റെ നിയന്ത്രണം നിങ്ങൾക്ക് അനുഗ്രഹമാണ്. പിശാചിൻ്റെ നിയന്ത്രണം നിങ്ങൾക്ക് തകർച്ചയാണ്. എൻ്റെ നുകമേറ്റ് എന്നോട് പഠിപ്പിൻ, ഞാൻ നിങ്ങൾക്ക് വിശ്രമം തരും. 6 ദിവസം കൊണ്ട് സകലത്തെ ഉണ്ടാക്കി 7-ാം ദിവസം
വിശ്രമിച്ചവനാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിന് ഏറ്റവും വലിയ ആഗ്രഹമാണ് നമ്മുടെ അധ്വാന ഭാരങ്ങളെല്ലാം മാറി നമുക്ക് വിശ്രമം വേണം. അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ദൈവം വിശ്രമം തരുന്ന ദൈവമാണ്. ദൈവം മോശയോട് പോലും പറഞ്ഞു ന്യായപ്രമാണത്തിൽ, ഭൂമിയിൽ നിങ്ങൾക്ക് 6 വർഷം കൃഷി ചെയ്യാം, 7-ാം വർഷം ഒരു കൃഷിയും ചെയ്യാതെ വെറുതെ ഇടണം. ഭൂമിക്ക് ഒരു റെസ്റ്റ് കൊടുക്കണം. ഭൂമിക്ക് റെസ്റ്റ് കൊടുത്താലുള്ള ഗുണം അടുത്ത വർഷം ഭയങ്കരമായിട്ട് ഫലം കായ്ക്കും. ഭൂമിക്ക് റെസ്റ്റ് വേണം. 6 ദിവസം ജോലി ചെയ്ത മനുഷ്യന് 7-ാം ദിവസം ഒരു വിശ്രമം വേണം. സകലർക്കും വിശ്രമം വേണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു, സ്ഥലമൊരുക്കിയിട്ട് നിങ്ങളെ ചേർക്കാൻ വരും, വിശ്രമിക്കുവാൻ. ധനവാന്റെ ലാസറിന്റെ ചരിത്രത്തിൽ യേശു പറയുകയാണ്, അബ്രഹാം പറയുന്ന വാക്ക്, മകനെ, ധനവാനോട് പറയണം, നീ നിന്റെ ഭൂമിയിലെ ജീവിതത്തിൽ ആവശ്യത്തിന് സുഖിച്ചു, ആനന്ദിച്ചു. എന്നാൽ ലാസറോ അവൻ ഇവിടെ വിശ്രമിക്കുന്നു. അപ്പോൾ ഒരു നിത്യത മുഴുവനും വിശ്രമിക്കാനുണ്ട്. വി എ തോമസ് എന്ന് പറഞ്ഞ ഒരു ദൈവദാസൻ, ആ ദൈവദാസൻ മരിക്കുന്ന സമയത്ത് 6 ബൈബിൾ കോളേജിൽ പഠിപ്പിച്ചിരുന്നു, ചിങ്ങവനം, ന്യൂ ഇന്ത്യ ചർച്ചകോട് ഉൾപ്പെടെ. എന്നാൽ അദ്ദേഹം ഒരു ബൈബിൾ സ്കൂളിൽ ആദ്യം ചെന്നപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞത്, നിന്നെ ബൈബിൾ സ്കൂളിൽ എടുക്കാനുള്ള പ്രാപ്തിയില്ലെന്നാണ്. എന്നാൽ അദ്ദേഹത്തെ പിന്നെ ഒരു ബൈബിൾ സ്കൂളിൽ എടുത്തു. അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻ്റായിട്ട് പുറത്തു വന്നു. വി എ തോമസ് സാറ് കേരളത്തിൽ അറിയപ്പെടുന്ന പ്രസംഗത്തിൻ്റെ സ്വർണ്ണ നാവുള്ള മനുഷ്യനായിരുന്നു. വാക്കുകൾക്കെല്ലാം വലിയ മൂർച്ചയാണ്. അദ്ദേഹത്തിന് വിശ്രമം എന്നുള്ളത് ഇഷ്ടമല്ല, എപ്പോഴും മീറ്റിംഗാണ്. അങ്ങനെ ഷുഗർ വന്ന് കാല് മുട്ടിന് താഴെ മുറിച്ചു കളഞ്ഞു. പിറ്റേ 2 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പോകേണ്ട കൺവെൻഷനിൽ വടിയും കുത്തി എന്ന് പ്രസംഗിച്ചു. ഇതെല്ലാം കണ്ട് PN സക്രിയ എന്ന് പറഞ്ഞ ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ മണക്കാല ബൈബിൾ കോളേജിലുണ്ടായിരുന്നു. അപ്പോൾ PN സക്രിയ സാറ് വി എ തോമസ് സാറിനെ ബൈബിള് പഠിപ്പിച്ച ആളാ, വേദപണ്ഡിതനാണ്. PN സക്രിയ സാർ നമ്മുടെ ചർച്ചിൽ വന്നിട്ടുണ്ട്, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസൻ. അപ്പോൾ PN സക്രിയ സാർ ചോദിച്ചു, തോമസേ, നിനക്കൊന്ന് വിശ്രമിച്ചുകൂടെ? അതിന് PN സക്രിയ സാറാ ഞങ്ങളോട് ഈ വാക്ക് പറഞ്ഞത്, തോമസേ, നിനക്കൊന്ന് വിശ്രമിച്ചുകൂടെ? അപ്പോൾ സാറേ, ഒരു നിത്യത മുഴുവനും എനിക്ക് വിശ്രമിക്കാനുണ്ട്. ഈ ഭൂമിയിൽ പലരും കൂലിക്ക് ജോലി ചെയ്യുന്നവരാണ്, എന്നാൽ ഞാൻ മൊത്ത കച്ചവടക്കാരനാണ്. ഞാൻ കോൺട്രാക്ട് വർക്ക് ബേസിലാണ് ജോലി ചെയ്യുന്നത്. കാരണം ഇത് കഴിയുമ്പോൾ എനിക്ക് വലിയ ബെനിഫിറ്റാണ്. ഒരു നിത്യത മുഴുവനും എനിക്ക് വിശ്രമിക്കാനുണ്ട്. അതുകൊണ്ട് എനിക്ക് വിശ്രമിക്കാനായിട്ട് സമയമില്ല. PN സക്രിയ സാറ് എന്നോട് പറഞ്ഞൊരു സത്യമാണ്. ഇങ്ങനെയുള്ള മനുഷ്യരൊക്കെ നമ്മുടെ കൊച്ചു കേരളത്തിൽ ജീവിച്ചിരുന്നു. വിശ്രമിക്കാൻ സമയമെടുത്തില്ല. കാരണം വലിയ ഒരു വിശ്രമം നിത്യത മുഴുവനുമുണ്ട്. ലാസർ ഇവിടെ വിശ്രമിക്കുന്നു. അബ്രഹാം പറയുകയാണ്, വിശ്രമത്തിൻ്റെ ഒരു സ്ഥലം ദൈവം നമുക്കായി ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് ഭൂമിയിൽ അറിയേണ്ട ഒരു സത്യം, കർത്താവ് നമുക്ക് റെസ്റ്റ് തരുന്ന, വിശ്രമം തരുന്ന ദൈവമാണ്. അപ്പോൾ സ്വർഗത്തിൽ മാത്രമുള്ള വിശ്രമം ഈ ഭൂമിയിലും തരും. കർത്താവിൻ്റെ സന്നിധിയിൽ വന്നിരുന്ന് ഉപസിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വിശ്രമമാണ്. വെറുതെ വരുന്നു, ഇരിക്കുന്നു, സന്തോഷിക്കുന്നു, അതൊരു വിശ്രമമാണ്, സ്വസ്ഥതയാണ്. വിക്കി വിക്കി പറയുന്ന അതരങ്ങളാൽ ഞാൻ ഈ ജനത്തോട് സംസാരിക്കും, ഇതാകുന്നു സ്വസ്ഥത എന്ന് യെശയ്യാവ് 11 കാണുന്നു. അന്യഭാഷ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സ്വസ്ഥതയാണ്. സ്വസ്ഥത കിട്ടുവാൻ പ്രാർത്ഥിച്ചാൽ മതി, ആത്മാവിൽ പ്രാർത്ഥിച്ചാൽ മതി. പരിശുദ്ധാത്മാവ് സ്വസ്ഥതയുള്ള വെള്ളമാണ്. പച്ചയായ പുൽപ്പുറം,
സ്വസ്ഥതയുള്ള വെള്ളം. ഇവിടെ നമ്മൾ വായിച്ച വാക്യം, ദൈവം സ്ഥിരനിർണയത്താൽ, മുന്നറിവിനാൽ യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്തു. എന്നിട്ട് അപ്പോൾ അവർ അധർമ്മിയുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു. പത്രോസ് പറയുകയാണ്, അല്ലാതെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തതല്ല, പിതാവ് ഏൽപ്പിച്ചതാണ്. കാരണം ഒരു വലിയ വിശ്രമം ഞങ്ങൾക്ക് വേണം. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് വലിയ റെസ്റ്റ് കിട്ടാൻ അവൻ വിശ്രമമില്ലാത്തവനായി മാറി. യേശു ഭൂമിയിൽ വിശ്രമിച്ചില്ല. കാരണം നമ്മുടെ വിശ്രമം നിത്യതയിലും ഭൂമിയിലും ഉണ്ടാകാൻ യേശു അതിനുവേണ്ടി വിശ്രമരഹിതനായി ഓടി നടന്നു. ക്രൂശിൽ നമുക്ക് വേണ്ടി ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു. നാം നിലവിളിക്കേണ്ടിടത്തെല്ലാം യേശു നിലവിളിച്ചു. നാം വേദനിക്കേണ്ടിടത്തെല്ലാം യേശു വേദനിച്ചു. യേശുവിലുള്ള ആശ്രയം, യേശുവിലുള്ള വിശ്വാസം, യേശുവിലുള്ള സമ്പൂർണമായ ആ ഭയം നമ്മെ സ്വതന്ത്രമാക്കി മാറ്റും. ആശ്രയിക്കുക, വിശ്രമിക്കുക. കർത്താവിൽ ഇത് നമുക്ക് ലഭിക്കും. പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഇന്നിത് കേട്ട ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ വിശ്രമമില്ലാതെ അലയുന്ന പല കുടുംബങ്ങളിലും സ്വസ്ഥതയുള്ള വെള്ളം, പച്ചയായ പുൽപ്പുറം, യേശുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ ലഭിച്ച സ്വസ്ഥത ഇവർ അനുഭവിക്കട്ടെ. യേശു തന്ന ഈ വെള്ളം കുടിക്കുന്നവൻ ഇനി ഒരിക്കലും ദാഹിക്കില്ല എന്ന് പറഞ്ഞതുപോലെ സ്വസ്ഥതയുള്ള വെള്ളം, തണുപ്പിക്കുന്ന വെള്ളം, യേശു തന്നത്, യേശുവിലൂടെ ലഭിക്കുന്നത്. ഈ അപ്പം തിന്നുന്നവൻ, എൻ്റെ മാംസം തിന്നുന്നവൻ ഒരു നാളും വിശക്കുകയില്ലെന്ന് പറഞ്ഞു. യേശുവിലുള്ള ആശ്രയം, യേശുവിലുള്ള വിശ്വാസം, വിശപ്പും ദാഹവും മാറി സ്വസ്ഥതയുള്ളവരായി മാറുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട അനുഭവം ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഉണ്ടാകട്ടെ. യേശുവിൻ്റെ വചനം ഈ കേൾക്കുന്ന എല്ലാവരെയും പുതുതാക്കട്ടെ, സൗഖ്യമാക്കട്ടെ. ശരീരങ്ങൾ ഇപ്പോൾ സ്വസ്ഥമാകട്ടെ, ബാധയൊഴിഞ്ഞ് സ്വസ്ഥമാകട്ടെ. ശരീരങ്ങൾ സൗഖ്യമാകട്ടെ, മനസ്സ് സ്വസ്ഥമാകട്ടെ. നീറുന്ന മനസ്സുകൾ സ്വസ്ഥതയുള്ള മനസ്സാകട്ടെ. ആത്മാവിലുള്ള സന്തുഷ്ടി, സമ്പുഷ്ടി ഇവരനുഭവിക്കട്ടെ. എല്ലാ മേഖലകളിലും ഇവർ സ്വസ്ഥമാകട്ടെ. മക്കളെക്കുറിച്ച് വളരെ സ്വസ്ഥതയെ അനുഭവിക്കട്ടെ. കുടുംബങ്ങൾ സ്വസ്ഥമാകട്ടെ. അനുഗ്രഹിക്കും യേശുവിൻ നാമത്തിൽ. ആമേൻ. കർത്താവിൽ ആശ്രയിക്കാം, കർത്താവിൽ പ്രതീക്ഷ കൂടുതൽ അർപ്പിക്കാം. മറ്റൊരുത്തനിൽ രക്ഷയില്ല, യേശുവിൽ മുഴുവൻ രക്ഷയുണ്ട്. നാളെ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട സഭായോഗം പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് ഉണ്ട്. രാവിലെ 8 മണിക്ക് ആരംഭിക്കും. കടന്നു വരിക. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാവിലെ ഉപവാസ പ്രാർത്ഥന, ശനിയാഴ്ച ഏറ്റവും ഒടുവിലത്തെ ദിവസമാണ് ഉപവാസ പ്രാർത്ഥനയുടേത്. രാവിലെ 10:30 വരിക, അനുഗ്രഹിക്കപ്പെടുക. ഗോഡ് ബ്ലെസ് യു.